നമസ്കാരം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ണടച്ച് കാര്യങ്ങൾ വിശ്വസിക്കുക. ഇന്ന് തന്നെ മുട്ടിൽ മരം മുറി കേസിലെ പ്രതികളായ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാർ അവരുടെ ചാനൽ ആയ റിപ്പോർട്ടർ ചാനൽ വലിയൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വിട്ടു അല്ലേ? എന്താ വാർത്ത? അതിപ്പോൾ ആരാ വാർത്ത പുറത്ത് വിട്ടത് വേറെ ആരുമല്ല, പ്രസാദ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ അല്ലേ. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഏഷ്യാനെറ്റിൽ പുള്ളി ഉണ്ടായിരുന്നു, പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ് എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ഈ വാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റിപ്പോർട്ടറായിരുന്നു. കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടറായിരുന്നു. ഇപ്പോൾ അത് പുള്ളിയാണ് റിപ്പോർട്ടർ ചാനൽ. എന്താ പുള്ളി പറഞ്ഞത്? കാളപ്പെറ്റെന്ന് പറയുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവം ഇപ്പം പ്രസാദിനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ റിപ്പോർട്ടർ ചാനൽ ഞാൻ കാണാറുണ്ട്. പക്ഷേ എന്താ കാളപ്പെറ്റെന്ന് പറയുമ്പോൾ കയറെടുക്കുന്നതെന്ന് പറയുന്നത്? ആരോ എവിടെയോ ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ആ സ്ത്രീ ഇങ്ങനെ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ട് ഈ പോലീസ് ഓഫീസർമാരൊന്നും ശരിയല്ല, എല്ലാവരും ബലാത്സംഗ കേസ് വീരന്മാരാണെന്ന് പറയുന്നതിന് ഉടനെ ക്യാമറ പൊക്കിക്കൊണ്ടുപോയി വെളുപ്പാങ്കാലത്തെ അവരെ വീട്ടിൽ പോയിരുന്നുകൊണ്ട് അവരുടെ ഒരു ഐഡൻറ്റിറ്റി അറിയാതെ, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ, അവരുടെ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കാതെ, അവരുടെ ഒന്നും നോക്കാതെ അവർ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടോ, ഇതിന് പോലീസുകാരുടെ റെക്കോർഡുണ്ടോ എന്നൊന്നും തിരക്കാതെ സ്ട്രെയിറ്റ് ക്യാമറ വെച്ച് അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യുകയാണ്. അതും പോലീസ് ഓഫീസർമാരെ പറ്റി. ഓഫ്കോഴ്സ് ഇപ്പോൾ പോലീസ് ഓഫീസർമാരെ പറ്റിയാണല്ലോ നമ്മൾ അവർ കാരണം ഈ പോലീസിൻ്റെ ആഭ്യന്തരത്തിൻ്റെ മൂല്യച്യുതി കാരണമാണല്ലോ ഇപ്പം പിണറായി വിജയൻ സർക്കാർ ഇപ്പം താഴെ ഇറങ്ങി പോകാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ലളിതമാക്കിയിട്ട് ബാക്കിയുള്ള ഓഫീസർമാരെ കൂടെ അങ്ങ് പിൻ പോയിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ബെന്നി എന്ന് പറയുന്ന ഒരു ഹോണസ്റ്റ് ഓഫീസറാണ്, ട്രാക്ക് റെക്കോർഡുള്ളൊരു ഓഫീസറാണ്. ഈ മുട്ടിൽ മരം മുറി കേസിൻ്റെ ഒറ്റ പ്രശ്നമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ക്യാമറ തൂക്കിപ്പോയി ആ സ്ത്രീയുടെ മൊഴി എടുത്തിട്ട് പറഞ്ഞ് ഈ പോലീസ് ഓഫീസർമാരെല്ലാം അതിനകത്ത് ബെന്നി വരും, പിന്നെ CI വിനോദ് വരും, പിന്നെ DYSP ബെന്നി വരും, പിന്നെ സജിത് ദാസ്, ഇവരെല്ലാം വന്ന് എന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് പറയുന്നത്. ഇതെന്തോന്നില്ല നാടായത്. അപ്പോൾ അതുകൊണ്ട് ഇത് പക തീർക്കുകയാണ് ഈ മുതലാളിമാർ. കുറേ മുട്ടിൽ മരം മുറി കേസ് എന്ന് പറയുന്നത് എന്തോ ചെറിയ കേസാണ്, അവർ ജയിലിൽ പോയതല്ലേ ഇല്ലേ? അപ്പോൾ ഇങ്ങനെ അവർ ജാമ്യത്തിൽ നിൽക്കുകയല്ലേ? അപ്പം 10,000 മരങ്ങളാണ്, 500 കൂടുതൽ മരങ്ങളാണ്, അത് 500 വർഷത്തിൽ കൂടുതലുള്ള മരങ്ങളാണ് മുറിച്ച് മാറ്റിയത് ഇല്ലേ? പാവപ്പെട്ട ഈ ആദിവാസികളുടെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കള്ള ഉപ്പൊക്കെ ഇട്ട് മേടിച്ച്, അതൊരു പ്രമാദമായ കേസ് സ്റ്റിൽ ഗോയിങ് ആണ് ആൻഡ് ദേ ആർ ഓൺ ബെയിൽ. എന്നിട്ട് വന്നിരുന്ന് വലിയ ആളുകൾ കണക്ക് ജനങ്ങളോട് കാര്യങ്ങൾ വിളിച്ച് പറയാ, ഇവിടെ നീതിയില്ല, നീതിയുക്തമില്ല. ദേ ഹാവ് ടു ബി ബിഹൈൻഡ് ബാസ് ബിക്കോസ് അത് ഭയങ്കര. അപ്പോൾ അത് അന്ന് ആ കേസ് അന്വേഷിച്ചത് ഈ ബെന്നിയല്ലേ, ഈ പോലീസ് ഓഫീസർ ബെന്നിയല്ലേ. അപ്പം പോലീസ് ഓഫീസർ ബെന്നിയെ മന്ത്രിയൊക്കെ അന്നത്തെ ഇന്നും അദ്ദേഹം ഫോറസ്റ്റ് മിനിസ്റ്ററാണ് ശശീന്ദ്രൻ, അവരെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്ത് ആ പോസ്റ്റിൽ നിന്ന് മാറ്റിയില്ലേ ഇവരെല്ലാം പിടിച്ചപ്പോഴത്തേക്ക്. പോസ്റ്റിൽ നിന്ന് മാറ്റി പിന്നെ ജനരോഷം ഉണ്ടായപ്പോഴത്തേക്കാണല്ലോ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള ഓഫീസർമാർ അപ്പോൾ ഈ പക തീർക്കാനാണോ ഈ ചാനൽ അദ്ദേഹം വാങ്ങിച്ചത്? നികേഷിനെ മാറ്റി, അതിൽ നികേഷിനെ എങ്ങനെ ഒഴിവാക്കി നമുക്കറിയത്തില്ല. അപ്പം പക തീർക്കുന്ന ഒരു ചാനലായി മാറിയിരിക്കുകയാണ് അവരിപ്പോൾ. ഈ അടുത്ത സമയത്ത് കുറച്ച് സുജയ പാർവതി എല്ലാം വന്ന് കുറച്ച് ഇങ്ങനെ റേറ്റിംഗ് കൂടിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ റേറ്റിംഗ് അതേപോലെ താഴെ പോകത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ. അപ്പോൾ ഒരു ഏറ്റവും വലിയൊരു കൊള്ളക്കാരൻ എൻ്റെ മുതലാളിയായിട്ടിരിക്കുമ്പോഴത്തേക്ക്, അതല്ലെങ്കിൽ ഈ മരമുറി കേസിൽ പ്രതിയായി നിൽക്കുന്ന ആൾ ഇതിന് വേണ്ടി ഈ ഓഫീസർമാരെല്ലാം കാടടച്ച് വെടിവെക്കേണ്ട കാര്യം എന്താ?
അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രസാദ് പോയി ആദ്യമേ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് കംപ്ലീറ്റ് റെക്കോർഡ് എടുത്ത് ഈ പെണ്ണിൻ്റെ റെക്കോർഡ് എടുത്ത് ഇന്നിപ്പോൾ സ്മൃതി പരുത്തിക്കാട് കൊണ്ടുവന്നില്ല ഒരു പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് വേറെ ഒന്നും ഞാൻ കണ്ടില്ല. ഞാനന്നൊരു ദിവസം ഇങ്ങനെ എന്തോ പോലീസ് രണ്ടുപേര് വന്ന് പോണത് കണ്ടല്ല, വേറെ ഒന്നും എനിക്കറിഞ്ഞൂടാ. ഓരോന്ന് സ്മൃതി കുത്തി ചോദിക്കുന്നു. എന്നിട്ടൊന്നും എനിക്കറിയത്തില്ല, എന്നോട് അത് ചോദിക്കേണ്ട, ഞാൻ കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞ് ആ പെണ്ണ് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന ആൾ ADGP അജിത് കുമാറാണ് അല്ലേ, ഏറ്റവും വലിയ ഫ്രോഡെന്ന് അൻവർ തന്നെ പറഞ്ഞ്. ഇപ്പം ആരെ നമ്മൾ വിശ്വസിക്കും? അതിന് മനഃപൂർവ്വമാണ് ഈ ഇന്നലെ സസ്പെൻഡ് ചെയ്ത മറ്റേ SP കൂടെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അയാളൊരു കൾപ്രിറ്റ് ആണല്ലോ. അപ്പോൾ ഇവരും കൂടെ ഇരിക്കട്ടെ അതിൻ്റെ കൂട്ടത്തിൽ എന്നും പറഞ്ഞുകൊണ്ടാണ് ശക്തമായ രീതിയിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് എല്ലാവരെയും അതിനകത്ത് പിടിച്ച് കൾപ്രിറ്റ്സ് ആക്കാൻ പറ്റത്തില്ല. ശക്തമായ രീതിയിൽ അവർ ഈ പോലീസ് ഓഫീസേഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോയി നിരപരാധികൾ ക്രൂശിക്കപ്പെട്ടത് ഈ നാട്ടിൽ. ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴെന്നുണ്ടെങ്കിൽ നിരപരാധികളെ കൂടെ പക തീർക്കുന്ന ഒരു പണിയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് കോടതിയുടെ മുമ്പിൽ പോയി ഇവരെ ഇത് കൊടുത്ത ചാനലിനെ ശിക്ഷിക്കണം, യാതൊരു സംശയമില്ല. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ചാനൽസ് ഇങ്ങനെയുള്ള കഥകളുമായിട്ട് ഇറങ്ങും. അപ്പം ഞങ്ങളെപ്പോലുള്ള വ്യൂവേഴ്സ് ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത ഒരവസ്ഥയായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആരാണ് ഇതിൻ്റെ ഓഫീസേഴ്സ് ഹു കെയിം ദിസ് മോർണിംഗ്, അവർ ധൈര്യപൂർവ്വമായി വന്നതെന്ന് പറഞ്ഞ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് അത് സത്യമാണെങ്കിൽ ദേ ഷുഡ് ഗോ ടു ദ കോർട്ട് ആൻഡ് ടെൽ ദ കോർട്ട് ദാറ്റ് വി ആർ ഇന്നസെൻറ്റ് ആൻഡ് ദീസ് മീഡിയ പീപ്പിൾ മസ്റ്റ് ബി പണിഷ്ഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ചെയ്തിരിക്കണം. ഇല്ല പുരവെട്ടുമ്പം വാഴ വെട്ടുന്ന സ്വഭാവം കാണിക്കരുതെന്നല്ല, അതെല്ലാം ചുതിയാണ്. ബാക്കിയുള്ള ഓഫീസേഴ്സിനൊക്കെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ചെറിയ കാര്യമില്ല. പോലീസ് എന്ന് പറയുന്നത് എന്തോ നമ്മളെ ജീവനും സ്വത്തിനും സംരക്ഷണം തരുന്ന ഒരു ഗ്രൂപ്പാണ്. അവരുടെ പേരിൽ ഇപ്പം ടോപ്പിലിരിക്കുന്ന ആളുടെ പേരിൽ ഏറ്റവും വലിയൊരു അഴിമതി വന്നിരിക്കുന്നു. അപ്പം ശരി, എന്തായാലും പുര കത്തയില്ലേ, നമുക്കും കൂടെ പക തീർക്കുന്ന പണിയാക്കി ഇത് മാറ്റാമെന്നുള്ള വിചാരം വേണ്ട. അത് അപകടമാണ്. അത് അപകടമല്ല. ദീസ് പീപ്പിൾ മസ്റ്റ് ബി പണിഷ്ഡ്. യു മസ്റ്റ് ഗോ ടു ദ കോർട്ട്. ദീസ് 2 police officers, if they are honest, they should file immediately a complaint with the court. There is no doubt. DGPക്കൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. DGPയുടെ താഴെ ഇരിക്കുന്ന ADGPയാണ്. അപ്പോൾ അതുകൊണ്ട് യു മസ്റ്റ് ഗോ ടു ദ കോർട്ട്. കോടതി ചെന്ന് ഇത് പറയണം. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ.